Welcome students. In the discussing the topic particle in infinite square well potential or particle in a box one dimensional case ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഷോർഡിഞ്ചർ ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത്. ഇതൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഇതിൽ നിന്ന് ഷോർഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സൈ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ബോക്സിൽ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ലെങ്ത്തിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് 0 to L എന്ന് പറയുന്ന ഇതിൽ ഈ ഒരു മാത്രം അതിനെ കൺഫൈൻ ചെയ്തിരിക്കുന്നത്, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഇൻഫിനിറ്റ് ബൗണ്ടറി എവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫിനിറ്റ് വാൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ബൗണ്ടറി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് പാർട്ടിക്കിളിന് ഈ ഒരു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇതിനുള്ളിൽ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്കിളിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിനുള്ളിലാണ്. അതുകൊണ്ടാണ് ഇവിടെ സൈ എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഔട്ട്സൈഡ് ദി ബോക്സ് സൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ പാർട്ടിക്കിൾ കാണില്ല. ആൻഡ് ഇവിടെ ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വോൾ എന്ന് പറയുന്നത് ഇവിടെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി നമ്മളിവിടെ എടുക്കുന്നത് x=0 to x=L എന്ന് പറയുന്ന ആ ഒരു സ്പേസ് മാത്രമാണ്, ആ ഒരു പ്ലേസ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എടുക്കുന്നത് നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷനാണ്. നമ്മളൊരു സിമ്പിളായിട്ടുള്ള കേസാണ് എടുക്കുന്നത്. അപ്പോൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തതെന്നും. അപ്പോൾ അവിടെ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് കേസിലേക്ക് വരുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം അല്ലേ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി പൊസിഷൻ, അങ്ങനെ ഒരു കേസ് എടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻസൈഡ് ദി ബോക്സ് ദർ ഈസ് നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കേസാണ് ഇവിടെ എടുക്കുന്നത്. -h²/2m d² ψ/dx² + vψ = Eψ. ഇതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സൈ ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സൊല്യൂഷൻ ഓഫ് ദി ടൈം ഇൻഡിപെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഐഗൺ ഫംഗ്ഷൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷോർഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ψ(x) എന്ന് പറയുന്നത്. നമ്മുടെ ആക്ച്വൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ദ പൊസിഷൻ ആൻഡ് ടൈം ആൻഡ് ψ(x) ക്യാൻ ബി റിട്ടൺ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ψ(x) ആൻഡ് φ(t) എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ψ(x) ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കുമുള്ള നമ്മുടെ വേവ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ φ(t) കൂടി അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ φ(t) എന്താണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് e⁻⁻h ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് φ(t) എന്താണെന്ന്. സോ നമുക്ക് നോക്കാം ഇവിടുത്തെ കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് v(x), അതായത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഫോർ x>= L. അതായത് ഈ എല്ലിൻ്റെ ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് ഇവിടം വരെയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻ, ഇവിടം മുതൽ ഇവിടം വരെ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. ആൻഡ് x<0 അതായത് ഇതിനിപ്പുറത്തേക്കും എന്താണ്? അവിടെ സൈയും 0 ആണ്, അതായത് പൊട്ടൻഷ്യൽ വളരെ ഹൈ ആണ്, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ് ആ രണ്ട് കേസും. ഇനി ആൻഡ് v(x) is 0, പൊട്ടൻഷ്യൽ ഈസ് 0 ഇൻസൈഡ് ദി ബോക്സ്, ദാറ്റ് ഈസ് ഫോർ 0<x>L. അപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഈ 0യ്ക്കും Lനും ബിറ്റ്വീൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ v(x) 0 ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. ഇവിടെ ഈ ഒരു ടേം പോകുമല്ലോ. അപ്പോൾ എന്തായിരിക്കും വരിക? -h²/2m d² ψ/dx² = Eψ എന്ന് കിട്ടും. ഇനി നമുക്ക് എഴുതാനുള്ള -d² ψ/dx² = 2me/h² ψ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. d² ψ/dx² + 2me/h² ψ = 0. ഇപ്പോൾ ഇവിടെ 2me/h² എന്ന് പറയുന്നത് ഇറ്റ്സ് സം കൈൻഡ് ഓഫ് വേരിയബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് k². അപ്പോൾ ഈ k² ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് d² ψ/dx² + k² ψ = 0. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ψ = a sin kx + b cos kx. നമുക്കിവിടെ d² ψ/dx² ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ കിട്ടും. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് a ആൻഡ് b എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അപ്പോൾ രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ് പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒന്ന് x=0, ψ = 0 at x=0. നമുക്കറിയാലോ at x=0 എന്ന് പറയുന്നത് at x=0 പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാർട്ടിക്കിൾ
പാർട്ടിക്കിൾ കാണാനുള്ള ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ അവിടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് അറ്റ് x ഈക്വൽ ടു 0 psi is equal to 0. അപ്പോൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇക്വേഷൻ 2-ൽ ഇതൊന്ന് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. സോ a sin k into 0 പ്ലസ് b cos k into 0. അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ സൈയുടെ വാല്യൂ എന്താകും, ഇത് 0 ആയത്. അതുകൊണ്ടാണ് is equal to 0 എന്ന് എഴുതിയത്. സോ sin 0 is 0. സോ ഈ ടേം 0 ആകും. പിന്നെ b cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, b is equal to 0 കിട്ടും. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി, അതായത് b is equal to 0 ആണ്. ആൻഡ് b is equal to 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മളിനി ഈ ഒരു ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ b is equal to 0, ഇത് 0 ആകുമ്പോഴത്തേക്കും ബാക്കി എന്താ വരിക, ഇത്രയും പോർഷനാണ് വരുന്നത് അല്ലേ. അതായത് psi is equal to a sin kx. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇനി നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x ഈക്വൽ ടു എൽ, അറ്റ് x ഈക്വൽ ടു എൽ psi is equal to 0. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നോക്കുക, ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ എക്സിന് പകരം എന്ത് കൊടുക്കണം, എൽ കൊടുക്കണം അല്ലേ. സോ എ സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0, കാരണം അറ്റ് എക്സ് ഈക്വൽ ടു എൽ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ബിക്കം 0 അല്ലേ. സോ എ സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0. ഇത് 0 ആകണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0. സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈ ഒരു വേവ് ഫംഗ്ഷൻ, ഒരു വേവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈൻ 0 ഈസ് 0, പിന്നെ അടുത്ത് വരുന്നത് ഈ സൈൻ പൈയിലാണ് 0, ദെൻ 2π, ദെൻ 3π, 4π അങ്ങനെയാണല്ലേ. അപ്പം നമുക്ക് ഒരു കോമൺ ആയിട്ട് നമുക്ക് ഒരു ജനറൽ ആയിട്ട് എഴുതാം, സൈൻ എൻ പൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കെ എൽ ഈസ് ഈക്വൽ ടു എൻ പൈ ആണെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ വരുള്ളൂ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ കെ എൽ ഈസ് ഈക്വൽ ടു എൻ പൈ, വെയർ എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഇവിടെ 0 വരുന്നുണ്ടെങ്കിലും ആ 0 നമ്മളിവിടെ എടുക്കുന്നില്ല, കാരണം 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എക്സിനെ കേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു വേവ് ഫംഗ്ഷൻ ഫുള്ളേ തന്നെ 0 ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 0 എടുക്കാത്തത്. സോ വേറെ എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് കെയുടെ വാല്യൂ എഴുതാം. കെ എൻ എന്ന് പറഞ്ഞാൽ എൻ പൈ ബൈ എൽ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 എന്ന് പറയുന്നത്, ഇക്വേഷൻ ഈ 3-ൽ കെയ്ക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കെ എന്താണ് നമുക്ക് കിട്ടിയത്, സൈ ഇസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോർമലൈസേഷൻ ഓഫ് ദി ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നോർമലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ നമ്മളൊരു ജനറൽ ഇക്വേഷൻ ഇതാണ്, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൈ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വൽ വേവ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇത് എന്നൊക്കെ പറയുന്നത്, ഈ സൈ എന്ന് പറയുന്നത് എന്താണ്, ഇത് നമ്മുടെ ഐഗൻ ഫംഗ്ഷൻ സൊല്യൂഷനാണ് അല്ലേ. അതായത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഇൻറ്റു ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഫാക്ടറും കൂടി അതിൻ്റെ അകത്ത് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്റ്റ് ഓഫ് ദി 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ ഓഫ് ടിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഫൈ ഓഫ് ടി ആണ് ഇ ടു ദ പവർ മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ അത് മൾട്ടിപ്ലൈ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആക്ച്വൽ വേവ് ഫംഗ്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, psi of xt is equal to psi of x into e to the power minus I e t by h cross എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലേ, പാർട്ടിക്കിൾ എവിടെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. 0 to L ആണ് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അവിടെ എന്താണ്, പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 100% ആണ്. സോ നമുക്കതിനെ 1ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to L എ സൈൻ, അതായത് ആദ്യം നമ്മൾ സൈ സ്റ്റാർ കൊടുക്കുകയാണ്. സൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് സൈ അല്ലേ, ഇതാണ് സൈ. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു ടേമും കൂടി ഇതും കൂടി കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ഇൻറ്റു ഫൈ ഓഫ് ടി വരും. അപ്പോൾ അതാണ് എ സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ എൽ ഇൻറ്റു ഇ ടു ദ പവർ, ഇവിടെ മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇ ടു ദ പവർ പ്ലസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ്. അതുപോലെ തന്നെ സൈ എന്ന് പറഞ്ഞാൽ ഇത് എ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് ഇ ടു ദ പവർ മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഇ ടു ദ പവർ, ഇപ്പോൾ ഇ ടു ദ പവർ എ ആൻഡ് ഇ ടു ദ പവർ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ ടു ദ പവർ 0, ഇ ടു ദ പവർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടും. ബാക്കി വരുന്ന ടേമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് എ സ്ക്വയർ, ഞാൻ രണ്ടിടത്ത് വേ ഉണ്ടല്ലോ, എ സ്ക്വയർ ഞാൻ പുറത്തെടുത്തു, ഇൻ്റഗ്രൽ കൊടുത്തു, ദാറ്റ് ഈസ് 0 to L സൈൻ സ്ക്വയർ, സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ L/2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രൽ എ സ്ക്വയർ ഞാൻ ബ്രാക്കറ്റിന് പുറത്തെടുത്തു,
ഇൻ്റഗ്രലിന് പുറത്തെടുത്തു 0 to L sin square n pi x by L into dx. ഇനി സൈൻ സ്ക്വയർ തീറ്റയെ നമുക്ക് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നുള്ള ഫോമിൽ എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L 1 മൈനസ് കോസ് 2 n pi ബൈ L ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ 2 എല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. ഇൻ്റഗ്രൽ 0 to L 1 ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 dx. 1 dx എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എക്സ് തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു പോർഷനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോസ് തീറ്റയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ തീറ്റയാണ് കിട്ടുന്നില്ല. ഇവിടെ ഇപ്പം കോസ് 2 n പൈ ബൈ എൽ ഇൻറ്റു എക്സ് ആണ്. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ്? 2 n പൈ ബൈ എൽ ഡിവൈഡ് ചെയ്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു 0 to L. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ എക്സിന് എൽ കൊടുക്കുന്നു അപ്പർ ലിമിറ്റ്, അത് കഴിഞ്ഞിട്ട് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 0. ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുമ്പോൾ ഈ ഒരു ടേം ശരിക്കും 0 ആയി പോകും. സൈൻ എൻ പൈ വരും. സൈൻ എൻ പൈ എന്ന് പറയുന്നത് 0 ആയി പോകും. ബാക്കി നമുക്ക് ഈ ഒരു ടേം മാത്രമാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ എ സ്ക്വയർ ഇൻറ്റു എൽ ബൈ 2 ഇസ് ഈക്വൽ ടു 1. സോ നമുക്ക് കിട്ടുന്നത് എയുടെ വാല്യൂ കിട്ടുന്നത് എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ എൽ എന്ന ആൻസർ കിട്ടും. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ എൽ. ഇനി നമുക്ക് ഐഗൻ ഫംഗ്ഷൻ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇതാണ് ഐഗൻ ഫംഗ്ഷൻ സൊല്യൂഷൻ അല്ലേ? ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതാണ്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഐഗൻ ഫംഗ്ഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് എഴുതാം. ഇനി വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ടൈമിൻ്റെ ആ ടൈമും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഫൈ ഓഫ് ടി അല്ലേ? സോ സൈ എൻ എക്സ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻസ് ഓഫ് സൈ 1 സൈ 2 ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പം സൈ 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സൈ 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി സൈ 3 വരുമ്പോഴത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സൈ 3 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈ 4 എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും സൈ 4 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വേവ് ഫംഗ്ഷനാണ്. ഇത് രണ്ട് വേവ് ഫംഗ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. വെൻ എൻ ഈസ് ഈക്വൽ ടു 1ഉം എൻ ഈസ് ഈക്വൽ ടു 2ഉം. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വരുന്നു. അതായത് സൈ സ്ക്വയർ ആണല്ലോ വരുന്നത്. ഇവിടെ എന്താണ്? സൈ 2 സ്ക്വയർ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നെഗറ്റീവ്. സൈ എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവോ ആകാം. വേവ് ഫംഗ്ഷൻ അല്ലേ? പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡോ അല്ലെങ്കിൽ നെഗറ്റീവോ വരാം. പക്ഷേ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ സൈൻ ഈ ഒരു അതായത് എൻ ഈസ് ഈക്വൽ ടു 1 കേസിൽ നമുക്കറിയാം ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് 0 ആണല്ലേ? 0 ആണ്. ഇതല്ലേ പ്രോബബിലിറ്റി? അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു എൽ പ്രോബബിലിറ്റി 0 ആണ്. സോ പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് ദി ബൗണ്ടറി എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ എൻ ഈസ് ഈക്വൽ 2ൻ്റെ കേസിൽ അങ്ങനെയല്ല അല്ലേ? അതിൽ ഈ ഒരു മിഡിൽ പോയിന്റിൽ ഇവിടെയാണ് മിഡിൽ പോയിന്റിൽ മാക്സിമം പ്രോബബിലിറ്റി അവിടെയുണ്ട്. സൈഡ് വാല്യൂ ഇവിടെ കൂടുതലാണ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും പക്ഷേ അങ്ങനെയല്ല, ഇവിടെ പ്രോബബിലിറ്റി കുറവാണ്. ഇവിടെ പ്രോബബിലിറ്റി ഇവിടെ കുറവാണ്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ് ആ ഒരു മിഡിൽ പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് മാക്സിമം പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ സൈൻ ഈസ് ഈക്വൽ ടു സൈ 1 സൈ 2 സൈ 3 സൈ 4 അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ എനർജി ലെവലും കൂടി ഒന്ന് നോക്കാം. അതായത് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കെ സ്ക്വയർ ഇവിടെ കണ്ടതാണ് അല്ലേ? ദാറ്റ് ഈസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. സോ അതാണ് ഞാൻ എടുക്കുന്നത്. സോ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ. ഓൾസോ കെ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ കെ സ്ക്വയർ ഒന്ന് ചെയ്യുന്നു. അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എൽ സ്ക്വയർ. ഇനി കെ സ്ക്വയറിന് വരെ ഞാനിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 2me ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എൽ സ്ക്വയർ. ദാറ്റ് ഈസ് ഇതിൻ്റെ അകത്ത് നിന്ന് എനർജിയെ ഞാൻ എടുക്കുകയാണ്. ഇ എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2ml സ്ക്വയർ. കണ്ടോ? എൻ ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര ആണല്ലേ? സോ ഇതാണ് പാർട്ടിക്കിളിൻ്റെ പോസിബിൾ എനർജീസ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി അല്ല, ഇതൊരു ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ്. നമ്മൾ ക്വാണ്ടം നമ്പേഴ്സൊക്കെ പഠിച്ചപ്പം കണ്ടായിരുന്നു. എൻ ഈസ് ഈക്വൽ ടു 1 എൻ ഈസ് ഈക്വൽ ടു 2 എൻ ഈസ് ഈക്വൽ ടു 3 ഒക്കെ നമുക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് എനർജിയാണ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എനർജിയാണ്. സോ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയാം. സോ അതിൻ്റെ ഒരു എനർജി ലെവൽ ഡയഗ്രമാണ് ജസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെൻ എൻ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ദിസ്
energy is known as the ground state of energy.